നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ടോ? അതുവരെ വഴിമുട്ടി നിൽക്കുകയായിരുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഒന്നൊന്നായി മാറിപ്പോകുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, ഇത് വെറുമൊരു തോന്നലല്ല. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ കൗതുകകരവും അതേസമയം ഏറെ ചിന്തനീയവുമായ ഒന്നാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേയൊരു കാര്യമാണ്: സമാധാനവും സന്തോഷവും സമ്പത്തും നിറഞ്ഞ ഒരു ജീവിതം. ഇതിനെ ഒറ്റവാക്കിൽ നമ്മൾ ഐശ്വര്യം എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതിന് മുൻപ് പ്രകൃതിയും ഈശ്വരനും നമുക്ക് ചില മുൻകൂർ സൂചനകൾ നൽകുമെന്ന് പുരാണങ്ങളും ശാസ്ത്രങ്ങളും പറയുന്നു. പലപ്പോഴും തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ ലക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് സത്യം. ഇക്കാര്യത്തിൽ ഏറ്റവും ആധികാരികമായ വാക്കുകൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആചാര്യ ചാണക്യന്റേതാണ്. ഭാരതം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനും തത്വചിന്തകനുമായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിന്റെ ചാണക്യനീതി എന്ന ഗ്രന്ഥം ഇന്നും കോടിക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നല്ല കാലം അല്ലെങ്കിൽ മഹാലക്ഷ്മി കടന്നുവരുന്നതിനു മുൻപ് ആ വ്യക്തിയിലും അയാളുടെ ചുറ്റുപാടിലും പ്രകടമായ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ചാണക്യൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കാറായിരിക്കുന്നു. ഐശ്വര്യത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കാൻ പോകുന്നു. ചാണക്യനീതിയിൽ പരാമർശിക്കുന്ന അത്തരം 9 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇത് വെറും വിശ്വാസത്തിന്റെ മാത്രം കാര്യമായി കാണരുത്, മറിച്ച് പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇവ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെടുക്കുന്ന പ്രയത്നത്തിന് നിങ്ങൾ നൽകുന്ന ഒരേയൊരു പ്രതിഫലം നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളുമാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ ചാണക്യനീതിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ശരി, നമുക്ക് ഓരോ ലക്ഷണങ്ങളായി പരിശോധിക്കാം. ലക്ഷണം 1: കുടുംബത്തിലെ സമാധാനവും ഐക്യവും. ചാണക്യൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ലക്ഷണം ഇതാണ്: എവിടെയാണോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹമില്ലാത്തത് അവിടെ ലക്ഷ്മി വസിക്കുന്നു. ഇതൊരു സാധാരണ കാര്യമായി തോന്നാം. എന്നാൽ ചിന്തിച്ചു നോക്കൂ, സാമ്പത്തികമായ തകർച്ച വരുമ്പോൾ ഒരു വീട്ടിൽ ആദ്യം നഷ്ടപ്പെടുന്നത് മനസമാധാനമാണ്. വീട്ടിൽ വഴക്കുകൾ കൂടും, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തർക്കങ്ങളുണ്ടാകും. എന്നാൽ പെട്ടെന്നൊരു ദിവസം മുതൽ നിങ്ങളുടെ വീട്ടിൽ അനാവശ്യമായ തർക്കങ്ങൾ കുറയുകയും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര ബഹുമാനവും സ്നേഹവും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐശ്വര്യം പടികയറി വരുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ചാണക്യനീതി അനുസരിച്ച് കുടുംബത്തിലെ ഐക്യം പോസിറ്റീവ് എനർജിയെ വലിയ തോതിൽ ആകർഷിക്കുന്നു. എവിടെ സ്നേഹമുണ്ടോ അവിടെ മാനസികമായ ഉണർവുണ്ടാകും. ആ ഉണർവ് നിങ്ങളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. അങ്ങനെ സമ്പത്ത് നിങ്ങളെ തേടിവരും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം പെട്ടെന്ന് ശാന്തമാകുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ, നല്ല കാലം തുടങ്ങാറായി. ലക്ഷണം 2: മുതിർന്നവരോടുള്ള ബഹുമാനം. രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ്. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മുതിർന്നവരോടും ഗുരുക്കന്മാരോടും അറിവുള്ളവരോടും പ്രത്യേകമായൊരു ആദരവ് തോന്നിയാൽ അത് വിജയത്തിന്റെ ലക്ഷണമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഈഗോ കാരണം നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മടിക്കാറുണ്ട്. ആരെങ്കിലും ഉപദേശം തന്നാൽ അത് കേൾക്കാൻ നമുക്കിഷ്ടമുണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുകയും മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കാനും അവരെ ശുശ്രൂഷിക്കാനും നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു തോന്നലുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ബുദ്ധി തെളിയുകയാണ്. ഐശ്വര്യം എന്നത് വെറും പണമല്ല, അത് വിവേകമാണ്. വിവേകമുള്ളവന് മാത്രമേ സമ്പത്തിനെ നിലനിർത്താൻ കഴിയൂ. മുതിർന്നവരുടെ അനുഗ്രഹമെന്നത് ഒരു കവചം പോലെയാണ്. അത് വരാനിരിക്കുന്ന വിപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ഐശ്വര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ലക്ഷണം 3: കണ്ണാടിയിൽ തെളിയുന്ന ഭാവം. ഇത് കുറച്ച് കൗതുകകരമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പതിവില്ലാത്ത ഒരു തേജസ് അല്ലെങ്കിൽ പ്രകാശം കാണുന്നുണ്ടോ? എങ്കിൽ അത് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. ചാണക്യന്റെയും സമുദ്രിക ശാസ്ത്രത്തിന്റെയും അഭിപ്രായത്തിൽ ഉള്ളിലെ സന്തോഷവും ആത്മവിശ്വാസവും മുഖത്ത് പ്രതിഫലിക്കും. ലക്ഷ്മി കടാക്ഷമുള്ളവരുടെ മുഖത്ത് എപ്പോഴും ഒരു വശ്യതയുണ്ടായിരിക്കും. മറ്റുള്ളവർ നിങ്ങളോട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നോ മുഖത്ത് നല്ല തെളിച്ചമുണ്ടല്ലോ എന്നോ പറയുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ഓറ ശുദ്ധീകരിക്കപ്പെടുന്നുവെന്നും നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിവരുന്നുവെന്നും ഇതിനർത്ഥമുണ്ട്. മനസ്സ് തെളിയുമ്പോൾ മുഖം തെളിയും, മുഖം തെളിയുമ്പോൾ ലോകം നിങ്ങളെ നോക്കും. ലക്ഷണം 4: മൃഗങ്ങളുടെയും പക്ഷികളുടെയും സാന്നിധ്യം. നിങ്ങളുടെ വീട്ടിലേക്ക് കിളികളോ മറ്റു ജീവികളോ വരുന്നത് ശുഭലക്ഷണമാണെന്ന് ചാണക്യൻ കരുതുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പക്ഷികൾ കൂടുകൂട്ടുകയോ പതിവായി ഭക്ഷണം തേടി വരികയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രകൃതിക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള അപാരമായ കഴിവുണ്ട്. ഒരു വീട്ടിൽ പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിക്കുമ്പോൾ മാത്രമേ അവിടേക്ക് പക്ഷികളും
മറ്റ് ജീവജാലങ്ങളും നിർഭയമായി കടന്നുവരികയുള്ളൂ. ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് കാണുന്നതും പശുക്കൾ വീടിനു മുന്നിൽ വരുന്നതും ഐശ്വര്യത്തിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യമാണ്, അത് സമ്പത്തിനെ ഇരട്ടിയാക്കും. യാതൊരു ഉപദ്രവവും ചെയ്യാത്ത ജീവികൾ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ പ്രകൃതി നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് ഉറപ്പിക്കാം. ലക്ഷണം 5. ബ്രഹ്മമുഹൂർത്തത്തിലെ ഉണർവ്. ഇതൊരു ശീലത്തേക്കാൾ ഉപരി ഒരു നിയോഗമാണ്. നിങ്ങൾക്ക് അലാറം വയ്ക്കാതെ തന്നെ അതിരാവിലെ, പ്രത്യേകിച്ചും ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് രാവിലെ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയുള്ള സമയത്ത് ഉറക്കമുണരാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതനാണ്. ചാണക്യൻ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ആചാര്യന്മാരും പറയുന്ന കാര്യമാണിത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തെ ജയിക്കാനുള്ള ഊർജം ലഭിക്കും. ഈ സമയത്ത് ഉണരുന്നതുവഴി നിങ്ങളുടെ ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. പെട്ടെന്നൊരു ദിവസം മുതൽ നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ തോന്നുകയും ആ സമയത്ത് മനസ്സ് ശാന്തമായിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ വലിയൊരു ഉത്തരവാദിത്തമേൽപ്പിക്കാൻ അല്ലെങ്കിൽ വലിയൊരു വിജയം നൽകാൻ തയ്യാറെടുപ്പിക്കുകയാണ്. നമ്മൾ 5 ലക്ഷണങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താമോ? മറ്റുള്ളവർക്കും അത് വലിയൊരു പ്രചോദനമാകും. കൂടാതെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ദയവായൊന്ന് ലൈക്ക് ചെയ്യണേ. നമുക്ക് ബാക്കി ലക്ഷണങ്ങൾ കൂടി നോക്കാം. ലക്ഷണം 6. തുളസിയും ചെടികളും തഴച്ചു വളരുന്നത്. വീട്ടിലെ ചെടികൾ, പ്രത്യേകിച്ച് തുളസി, പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് ദോഷകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ നേരെ തിരിച്ച്, നിങ്ങൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ വീട്ടിലെ ചെടികൾ തഴച്ചു വളരുകയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മീദേവിയുടെ വരവിനെ സൂചിപ്പിക്കുന്നു. പച്ചപ്പ് എന്നത് സമൃദ്ധിയുടെ ചിഹ്നമാണ്. ചാണക്യനീതി പ്രകാരം പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് ഇത്തരം മാറ്റങ്ങളിലൂടെയാണ്. ഉണങ്ങിയ ചെടികൾ പോലും തളിർത്തു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നിറയുന്നു എന്നാണർത്ഥം. കൃഷിയിലും പൂന്തോട്ടത്തിലും ഉണ്ടാകുന്ന ഈ മാറ്റം നിങ്ങളുടെ ബാങ്ക് ബാലൻസിലും ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ലക്ഷണം 7. ഭക്ഷണത്തോടുള്ള ആദരവ്. അന്നം ബ്രഹ്മം എന്നാണ് പ്രമാണം. ചാണക്യൻ പറയുന്നു, എവിടെയാണോ ഭക്ഷണം പാഴാക്കാതിരിക്കുന്നത്, എവിടെയാണോ വിശന്നു വരുന്നവർക്ക് ഭക്ഷണം നൽകുന്നത്, അവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നല്ല സുഗന്ധം അനുഭവപ്പെടുക, ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തി തോന്നുക, കുറച്ച് ഭക്ഷണമാണെങ്കിലും അതെല്ലാവർക്കും തികയുക, ഇതൊക്കെ ഐശ്വര്യത്തിന്റെ ലക്ഷണങ്ങളാണ്. പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്രതീക്ഷിതമായി ആരെങ്കിലും ഭക്ഷണം ചോദിച്ചു വരുന്നതും അവർക്ക് നൽകാൻ നിങ്ങളുടെ കയ്യിൽ ഭക്ഷണമുണ്ടാവുന്നതും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ്. അന്നപൂർണേശ്വരിയുടെ കടാക്ഷം ആ വീട്ടിൽ ഉണ്ട് എന്നതിന്റെ തെളിവാണിത്. ലക്ഷണം 8. സാമ്പത്തികമായ അച്ചടക്കം. ഇതൊരു മാനസികമായ മാറ്റമാണ്. പണം ധൂർത്തടിക്കാനുള്ള പ്രവണത മാറി പണം സൂക്ഷിക്കാനും നല്ല കാര്യങ്ങൾക്കായി ചിലവഴിക്കാനും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ വന്നുചേരാൻ പോകുന്നു. ചാണക്യൻ എപ്പോഴും പറയും, വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്നവൻ നശിക്കും. എന്നാൽ ഐശ്വര്യം വരുന്നതിനു മുൻപ് ഒരു വ്യക്തിക്ക് പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് വലിയൊരു തിരിച്ചറിവുണ്ടാകും. അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കാനും ചെറിയ തുകയാണെങ്കിലും സമ്പാദിക്കാനും നിങ്ങൾ തുടങ്ങും. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തെളിഞ്ഞുവരും. നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന ഈ മാറ്റം വലിയൊരു സാമ്പത്തിക വിജയത്തിന്റെ അടിത്തറയാണ്. പണം നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ പണത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന നിമിഷമാണിത്. ലക്ഷണം 9. സ്വപ്നങ്ങളിലെ ശുഭസൂചനകൾ. അവസാനമായി, സ്വപ്നങ്ങൾ. നമ്മുടെ ഉപബോധമനസ്സ് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാറുണ്ട്. ചാണക്യനീതിയിലും ജ്യോതിഷത്തിലും പറയുന്നതനുസരിച്ച് ചില പ്രത്യേക സ്വപ്നങ്ങൾ ഐശ്വര്യത്തിന്റെ വരവിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സ്വപ്നത്തിൽ താമരപ്പൂവ്, ആന, പശു, ക്ഷേത്രങ്ങൾ, ശംഖ് അല്ലെങ്കിൽ തിളങ്ങുന്ന പ്രകാശം എന്നിവ കാണുന്നത് വളരെ ശുഭകരമാണ്. കൂടാതെ നിങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്നതായോ ഉയരങ്ങളിലേക്ക് കയറുന്നതായോ സ്വപ്നം കാണുന്നതും വിജയത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരം സ്വപ്നങ്ങൾ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. ഉറക്കത്തിൽ പോലും ഐശ്വര്യത്തിന്റെ ചിഹ്നങ്ങൾ കാണുന്നത് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സുഹൃത്തുക്കളെ, ചാണക്യൻ പറഞ്ഞ ഈ 9 ലക്ഷണങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്: മാറ്റം. പുറമേ നിന്നുള്ള മാറ്റത്തേക്കാൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റമാണ് പ്രധാനം. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, പ്രകൃതിയെ ബഹുമാനിക്കുമ്പോൾ, സ്വാഭാവികമായും നിങ്ങളൊരു കാന്തം പോലെ ഐശ്വര്യത്തെ ആകർഷിക്കും. ലക്ഷ്മീദേവിക്ക് ചഞ്ചലമായ മനസ്സിഷ്ടമല്ല, സ്ഥിരതയുള്ള ധർമ്മത്തിൽ ജീവിക്കുന്നവരെയാണ് ദേവിക്കിഷ്ടം. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. കഠിനാധ്വാനം തുടരുക. നല്ല നാളുകൾ ഇതാ എത്തിക്കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.